കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട്. ഒരു വശത്ത് UPA അധ്യക്ഷ സോണിയാഗാന്ധി 21 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും റാലിയും വിളിച്ചു ചേർക്കുന്നു. മറുവശത്ത് മകൻ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. ഈ ഒരു വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നത് എന്ന് തങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല എന്നാണ് യെച്ചൂരിയുടെ പ്രതികരണം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല എന്നാണ് യെച്ചൂരിയുടെ നിലപാട്. മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രാജ്യ താൽപര്യം മുൻനിർത്തി UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി കൃത്യമായ ഇടവേളകളിൽ ഇടതുപക്ഷം ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികളെ ഡൽഹിക്ക് ക്ഷണിക്കുന്നു, റാലി വിളിച്ചു കൂട്ടുന്നു. മറുവശത്ത് ഇടതുപക്ഷം മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു. ഇതിലൂടെ കോൺഗ്രസ് എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് പറയേണ്ടത് അവർ തന്നെയാണെന്നും യെച്ചൂരി പറഞ്ഞു. തങ്ങൾക്ക് എന്തായാലും ഇത്തരമൊരു വൈരുദ്ധ്യത്തെക്കുറിച്ച് യാതൊന്നും പറയാനില്ല, മനസ്സിലാകുന്നില്ല എന്നാണ് യെച്ചൂരി പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ വഞ്ചിക്കപ്പെട്ടതായി പക്ഷേ CPMന് തോന്നുന്നില്ല. എന്നാൽ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമാണ് തങ്ങൾക്ക് മനസ്സിലാകാത്തത്. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിൽ അപാകതയില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ഓരോ സീറ്റിൽ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാറുണ്ട്. അതല്ല ഇവിടെ പ്രശ്നം. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോണിയാഗാന്ധി ഒരു വശത്ത് പ്രതിപക്ഷ ഐക്യം പറയുന്നു, മറുവശത്ത് സോണിയാഗാന്ധി വിളിച്ചു കൂട്ടുന്ന ഇടതുപക്ഷത്തിനെതിരെ തന്നെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ അസ്വാഭാവികത ഉണ്ടാക്കുന്ന നിലപാടെന്നാണ് യെച്ചൂരി പറയുന്നത്. തമ്മിൽ പോരടിക്കാനേ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരമുള്ളൂ എന്ന നരേന്ദ്രമോദിയുടെ വാദവും യെച്ചൂരി തള്ളുന്നു. 2004 പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ പ്രചരണ രീതിയാണ് BJP ഉപയോഗിക്കുന്നത്. വാജ്പേയിക്കെതിരെ ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു നേതാവ് പോലും 2004 ഇല്ലായിരുന്നു. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും ഇടതുപക്ഷം മത്സരിക്കുന്നത് അന്ന് വലിയ രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായി. ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും അന്ന് വലിയൊരു ശക്തിയായി ഇടതുപക്ഷത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ അന്ന് BJPക്കാർ പ്രവചിച്ചത് BJP ഇതര സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ 2004 എന്താണ് സംഭവിച്ചത്? ജയിച്ച 61 സീറ്റുകളിൽ 57 എണ്ണത്തിലും ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത് കോൺഗ്രസിനെയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ UPA പിന്തുണച്ചു. ഇത് ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. ഇതുപോലെയുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക. ഒന്നുകിൽ ഞങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ എന്നാണ് യെച്ചൂരി പറയുന്നത്. ഒന്ന്, കോൺഗ്രസ് ഇതര BJP ഇതര പാർട്ടികളെ, അതായത് ഒരു മൂന്നാം മുന്നണിക്ക് രൂപം നൽകുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക. മറ്റൊന്ന്, BJP വിരുദ്ധ കോൺഗ്രസ് ചേരിയിലേക്ക് ചേരുക. ഈ രണ്ട് സാധ്യതകൾ ഒന്ന് തീർച്ചയായും ഇടതുപക്ഷം തിരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ ഈ സീതാറാം യെച്ചൂരി അറിയിച്ചിട്ടുള്ളത്.